വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. അന്ന് വീട്ടിൽ ടെലഫോണൊന്നുമില്ല, തൊട്ടടുത്ത വീട്ടിൽ ടെലഫോണുണ്ട്. ആ വീട്ടിൽ എനിക്ക് അത്യാവശ്യം വരുന്ന ചില കോളുകൾ ആ വീട്ടിൽ വരും. അവർ വന്നിട്ട് എന്നോട് പറയും. അങ്ങനെ വീട്ടിലിരിക്കുന്നൊരു ദിവസം, ഒരു ഞായറാഴ്ച, എൻ്റെ ഓർമ്മ ഞായറാഴ്ചയാണെന്നാണ്. പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ വിളിച്ചു. ഒരു ഫോണുണ്ടെന്ന് പറയുന്നു. ഞാൻ ചെന്നപ്പോൾ അത് കേരള കൗമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന AP വിശ്വനാഥൻ സാറിൻ്റെ കോളാണ്. രാവിലെ ഒരു 10 മണി അടുപ്പിച്ചായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആ കോളെടുത്തപ്പോൾ എന്നോട് വിശ്വനാഥൻ സാർ പറഞ്ഞു, അതായത് കുമരകത്ത് ഒരു ബോട്ട് മുങ്ങിയിട്ടുണ്ട്. ബോട്ട് മുങ്ങി ഒരുപാട് പേർ മരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എത്രയും പെട്ടെന്ന് സുനിൽ അങ്ങോട്ട് പോകണം. കോട്ടയം ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളല്ല ഞാൻ എറണാകുളത്ത് കേരള കൗമുദിയുടെ ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. എന്നാൽ പോലും കോട്ടയത്ത് കുമരകത്തിന് അടുത്താണ് എൻ്റെ വീട് എന്നതുകൊണ്ടാണ് എന്നോട് എക്സിക്യൂട്ടീവ് എഡിറ്റർ വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറയുന്നത്. എനിക്കന്ന് 2 വീലറില്ല, മൊബൈലൊക്കെ വരുന്നതിന് മുമ്പാണ്. ഞാനൊരു സുഹൃത്തിനെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കയറി കൈപ്പുഴമുട്ട് എന്ന് പറയുന്ന വൈക്കത്തിൻ്റെയും കുമരകത്തിൻ്റെയും അതിർത്തിയിലുള്ള സ്ഥലത്ത് എഴുതും. ഒരു പഴയ, ഇന്ന് പാലമൊക്കെ ഉണ്ട്, ടി കെ രാമകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്താണ് പാലം ഉണ്ടായത്. ആ പാലത്തിനപ്പുറത്തേക്ക് ഒരു തടിപ്പാലമോ മറ്റാണ് ഈ പാലത്തിന് പകരം. അത് കടന്ന് ഞാൻ അവിടെ ചെന്നു. ബോട്ട് മുങ്ങിയ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ കുറേ മൃതദേഹങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. മുങ്ങിയ ബോട്ടിൽ കായലിൽ വീണ്, വേമ്പനാട്ട് കായലിൽ മുങ്ങി മരിച്ച ആളുകളുടെ ജഡവുമായി ഓരോരുത്തർ പോകുന്നു. ഞാൻ ഈ ബോട്ട് മുങ്ങി രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് കായലിൽ നിന്നൊരാൾ ഒരു ജഡവുമായി വരുന്നു. ഒരു കുഞ്ഞിൻ്റെ ജഡം, കഷ്ടിച്ച് 2 വയസ്സോ 3 വയസ്സോ ഒക്കെ ഉള്ള ഒരു ആൺകുഞ്ഞിൻ്റെ ജഡം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ആന്തലുണ്ടായി. കാരണം എൻ്റെ മകന് ഏതാണ്ട് ആ പ്രായമായിരുന്നു. ഞാൻ വല്ലാതെ സ്തംഭിച്ചു പോയി. ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായി ഒരു വലിയ ദുരന്തം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജഡം മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്കലാപ്പ്. മാധ്യമ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതിൽ നമ്മൾ ഇമോഷണലായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പത്രപ്രവർത്തനം നടത്താൻ കഴിയില്ല. ചിലർ ചോദിക്കാറുണ്ട്, നമ്മുടെ മുന്നിൽ ഒരു അപകടം സംഭവിക്കുന്നു, അയാളൊരു മാധ്യമത്തിലെ ക്യാമറാമാനാണെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാൻ നോക്കുമോ, അതല്ല ആ അപകട രംഗം ചിത്രീകരിക്കാൻ നോക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്ന് തൊഴിൽപരമായ ചോദ്യമാണ്, 2 ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഒരു പ്രൊഫഷണലായ മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ തീർച്ചയായും തൻ്റെ ക്യാമറ പുറത്തെടുത്ത് അത് ക്ലിക്ക് ചെയ്യുകയാണ് സ്വാഭാവികമായും ചെയ്യേണ്ടതും. പക്ഷേ സമൂഹം അതിനെ വില കൽപ്പിക്കില്ല. ഇതാണ് മാധ്യമ രംഗത്തിൻ്റെ ഒരു നൈതികത എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലാവണമെന്നില്ല. ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. 10-30 വർഷം അടുത്ത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ ലോകപ്രസിദ്ധമായ വോൾവോ ഓഷ്യൻ റേസ് എന്ന് പറയുന്ന ഒരു പായ്ക്കപ്പലുകളുടെ ഒരു സഞ്ചാരം. ഈ പായ്ക്കപ്പലുകൾ കൊച്ചിയിൽ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള പോർട്ടിൽ വന്നടുക്കുകയാണ്. അങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ എറണാകുളം കേരള കൗമുദിയിലെ ടീം കൂടെ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് അന്ന് മൊബൈലുണ്ട്. എനിക്ക് മൊബൈലിലൊരു കോൾ വരുന്നു. ആ കോള് കേരളത്തിലെ ഒരു വലിയ ഇപ്പോഴും തീരാത്ത ഒരു സമസ്യയുടെ ഉത്തരവായിരുന്നു. നമുക്കറിയാം, കോട്ടയത്തെ പയസ് 10th കോൺവെൻറ്റിൽ കിണറ്റിൽ വീണ് മരിച്ച അഭയെ അറിയാം. മരിച്ചതല്ല, കൊന്ന് കിണറ്റിലിട്ടതാണ്. മരിക്കും മുമ്പ് മരിച്ചു എന്ന് കരുതി കിണറ്റിലിട്ട അഭയുടെ കൊലപാതക കേസ്. അത് CBIയുടെ SP ആയിരുന്ന നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിൽ പുനരന്വേഷണം നടത്തി പ്രതികളിലേക്ക് എത്തിയ സമയം, ആ പ്രതികളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത് ഞാനാണ്. അത് ഒരു അഭിമാനകരമായ കാരണമാണ്. കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിന് സിംഗിൾ കോപ്പി സെയിൽ ഏറ്റവും കൂടുതലുണ്ടായ കാലമാണത്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ എഡിറ്ററോട് പറയും, രാത്രി 9 മണി കഴിഞ്ഞ് അഭയ കേസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഞാൻ പ്രസിദ്ധീകരിക്കും. അതിൻ്റെ ഏറ്റവും ടോപ്പ് ബാറിൽ പത്രത്തിൻ്റെ തലക്കെട്ട് കഴിഞ്ഞ് പേര് പറയുന്നതിൻ്റെ താഴത്തെ ഭാഗം ബ്ലാങ്കാക്കി ഇട്ടിരിക്കണം. 9 മണി കഴിയുമ്പോഴേ എനിക്ക് അതിൻ്റെ വാർത്തകൾ കിട്ടും. അത് അവിടെ ഫിൽ ചെയ്യും. അങ്ങനെ ഏതാണ്ട് 1 മാസത്തോളം കൗമുദി പത്രം സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് ബാർ, അതിന് സൂപ്പർ ലീഡ് എന്നാണ് പത്രഭാഷയിൽ പറഞ്ഞത്, ആ സൂപ്പർ ലീഡ് കൊടുക്കാൻ വേണ്ടി ഒഴിച്ചിടും. 9 മണി കഴിയുമ്പോൾ എന്നെ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു വിളി വരും. അന്നത്തെ CBI അന്വേഷണത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഫോണിലൂടെ വരും. അത് അപ്പോൾ തന്നെ അന്ന് എഴുതിയാണ് കൊടുക്കുന്നത്, എഴുതി ടൈപ്പ് കമ്പോസ് ചെയ്യിച്ച് അപ്പോൾ തന്നെ വാർത്ത പോകും. അങ്ങനെ കൗമുദി ആ സമയത്ത് അഭയ കേസിൻ്റെ പുനരന്വേഷണം തുടങ്ങി പ്രതികളെ അറസ്റ്റ് ചെയ്യിക്കുന്നതിൽ വരെ വലിയ പങ്ക് വഹിച്ച പത്രമാണ്. അന്ന് അത് റിപ്പോർട്ട് ചെയ്ത ലേഖകൻ ഞാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൊച്ചി തുറമുഖത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഫോണിൽ വന്ന കോൾ ഇതാണ്. അതായത് ഈ കേസിലെ പ്രതിയായ സിസ്റ്റർ സെഫി എന്ന് പറയുന്ന കന്യാസ്ത്രീയുടെ
കന്യകാത്വ പരിശോധന നടത്തി. കാരണം അവർക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായത് നേരിൽ കണ്ടതുകൊണ്ട് സിസ്റ്റർ സെഫിയാണ് അഭയുടെ തലയ്ക്ക് കോടാലി കൊണ്ട് അടിച്ചത് എന്നതും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. CBI അത് വരവണ്ണം വ്യത്യാസമില്ലാതെ കോടതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, അതൊക്കെ ഈ കേസിൻ്റെ ബാക്കി പിന്നീട് വന്ന തുടർച്ചകളാണ്. പക്ഷേ ഞാൻ വോൾവോ ഓഷ്യൻ റേസിന് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് വന്ന കോൾ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ സെഫിയുടെ വിർജിനിറ്റി ടെസ്റ്റ് നടത്തി. പക്ഷേ CBI കണ്ടെത്തി സെഫിയുടെ കന്യാചർമ്മം കൃത്രിമമായി രണ്ടാമത് വെച്ചു പിടിപ്പിച്ചതാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി അയച്ചു. എൻ്റെ എഡിറ്റർ എന്നോട് ചോദിച്ചു, എൻ്റെ എഡിറ്ററല്ല, എൻ്റെ ന്യൂസ് എഡിറ്റർ ചീഫ് ന്യൂസ് എഡിറ്റർ എന്നോട് ചോദിച്ചു, ഇത് ഉള്ളതാണോടെ? ഒരു കന്യാസ്ത്രീ കൃത്രിമമായി കന്യാചർമ്മം വെച്ചു പിടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേരളം കത്തും. ഞാൻ പറഞ്ഞു 100% ഉറപ്പാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പോയി ചീഫ് എഡിറ്ററുടെ മുന്നിലെത്തി. ചീഫ് എഡിറ്റർ ബഹുമാന്യനായ മലയാള പത്രപ്രവർത്തന രംഗത്തെ കുലപതിയായ MS മണി സാറിൻ്റെ അടുത്ത് പോയി, സാർ ഇങ്ങനൊരു വാർത്തയാണ് സുനിൽ തന്നിരിക്കുന്നത്, കൊടുക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടത്, അത് വടയാർ അയച്ചതല്ലേ, ധൈര്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ കൗമുദി ഒരു കന്യാസ്ത്രീ കൃത്രിമമായി കന്യാചർമ്മം വെച്ചു പിടിപ്പിച്ചു എന്നുള്ള 8 കോളം വാർത്തയുമായി പിറ്റേന്നിറങ്ങി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരുപാട് സ്ഥാപനങ്ങളിൽ, മാർ ഇവാനിയസ് കോളേജിൽ ഞാൻ പറഞ്ഞു കേട്ടത് 9 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൗമുദി പത്രം വരുന്നുണ്ടായിരുന്നു. 9 പത്രവും നിർത്തി. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പത്രത്തിൻ്റെ കോപ്പികൾ നിർത്തി. പക്ഷേ അവസാനം CBI കുറ്റപത്രം നടത്തിയപ്പോൾ CBI എഴുതി വച്ചിരുന്നു സിസ്റ്റർ സെഫിയുടെ കന്യാചർമ്മം രണ്ടാമത് വെച്ചു പിടിപ്പിച്ചതാണത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാലത്ത് നമുക്ക് ഒരുപാട് സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ കിട്ടും. വാർത്തകളിൽ പലപ്പോഴും പല താല്പര്യങ്ങളുണ്ടായിരിക്കും. വാർത്ത തരുന്ന ആൾക്ക് ഒരുപാട് താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ അത് കൃത്യമായി അത് 100% ശരിയാണെന്ന് ഉറപ്പിച്ച് ആ വാർത്തകൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ എൻ്റെ ഈ 30 വർഷത്തോളം വരുന്ന മാധ്യമ പ്രവർത്തനത്തിൽ ഒരൊറ്റ തവണ പോലും ഞാൻ വാർത്ത എഴുതിയതിൻ്റെ പേരിൽ, വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് എക്സ്ക്ലൂസീവ് വാർത്തകൾ, ഇതുപോലെ സ്ഫോടനാത്മകമായ, സ്തോഭജനകമായ, വിവാദമുണ്ടാക്കുന്ന, വിമർശനങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന, ശത്രുക്കളെ ഉണ്ടാക്കുന്ന വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു കേസ് പോലും ഒരാളും കഴിഞ്ഞ 30 വർഷത്തിനിടെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വിശ്വാസ്യത, ആക്യുറസി, ക്രെഡിബിലിറ്റി, അത് ക്രെഡൻഷ്യലാണ്. അത് അഭിമാനപൂർവ്വം പറയുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 30 വർഷത്തെ സഞ്ചാരത്തിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ 1998 ഒക്ടോബർ 3 കൗമുദി പത്രത്തിൻ്റെ സൂപ്പർ ലീഡ് വാർത്ത റോമിയോ ജിഹാദുകളെക്കുറിച്ചായിരുന്നു. അതായത് ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതം മാറ്റാൻ വേണ്ടി സംഘടിതമായി റാഡിക്കൽ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ ശ്രമം നടത്തുന്നു, ഇത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു എന്ന വാർത്ത 1998 ഒക്ടോബർ 3 കേരള കൗമുദി സൂപ്പർ ലീഡായിട്ട് പ്രസിദ്ധീകരിച്ചു. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ലവ് ജിഹാദ് സംബന്ധിച്ച് മലയാളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റിപ്പോർട്ടായിരുന്നു അത്. അന്ന് ലവ് ജിഹാദ് എന്നുള്ള വാക്കല്ല കോയിൻ ചെയ്തത്, റോമിയോ ജിഹാദ് എന്നാണ് ഞാൻ എഴുതിയത്. പിന്നീട് ഇത് ലവ് ജിഹാദ് എന്ന് മാറി. 98 ഈ വാർത്ത പക്ഷേ വലിയ ചർച്ചയായില്ല. പിന്നീട് ഏതാനും വർഷങ്ങളോട് കഴിഞ്ഞ് പത്തനംതിട്ട കത്തോലിക്കറ്റ് കോളേജിലെ ഷഹൻഷാ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി എന്നത് വലിയ വിവാദമാകുമ്പോഴാണ് ഇത് പിന്നീടും ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് ഈ ഷഹൻഷായുടെ സംഭവം ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ലവ് ജിഹാദിനെക്കുറിച്ച് ആദ്യമായി ഞാൻ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് 4-5 വർഷം കഴിഞ്ഞപ്പോൾ കേസുകളുണ്ടായി. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് KT ശങ്കരൻ്റെ ബെഞ്ചിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു, പോലീസിൻ്റെ റിപ്പോർട്ട് വന്നു, പിന്നീട് പോലീസ് നിലപാട് മാറ്റി, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ അവസാനം പറഞ്ഞത് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രവർത്തനം കേരളത്തിലല്ല, ഇന്ത്യയിലൊരിടത്തും നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നു. ശരിയാണ്, ലവ് ജിഹാദ് എന്നുള്ള പേരിട്ടല്ല അത് നടക്കുന്നത്. പക്ഷേ പ്രണയത്തിൻ്റെ പേരിൽ മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെടുന്നുണ്ട്. ആക്ഷേപങ്ങളുണ്ട്, പരാതിയുണ്ട്, നമുക്കറിയാം. ആരും ആ വാക്കുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ തർക്കമുള്ളൂ. ഈ പ്രവൃത്തി നടക്കുന്നുണ്ട്.
അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം മലയാള മാധ്യമത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത് ഞാനാണ്. അതിനുശേഷം ഒരു ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ, കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നോട് പറഞ്ഞു, കഴിവതും 2 വീലറിൽ യാത്ര ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ഓടിപ്പോയി കാറ് മേടിക്കാൻ പറ്റുമോ? നമ്മൾ 2 വീലറിൽ തന്നെ പോയി. ശത്രുത അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഒരു വിഭാഗത്തിന്, ഒരുപാട് പേരെ. അന്ന് ഇൻ്റലിജൻസ് IG ആയിരുന്ന TP സെൻകുമാർ സാർ ഇതേ തരത്തിലുള്ള ചില നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെയും വലിയ ആക്ഷേപമുണ്ടായി. ഞാൻ ഓർക്കുന്നു, അന്നുണ്ടായിരുന്ന NDF എന്ന് പറയുന്ന സംഘടന ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ചില പത്രക്കട്ടിങ്ങുകൾ കാണിച്ചിരുന്നു. ആ പത്രക്കട്ടിങ്ങളിൽ ഒന്ന് സെൻകുമാർ സാറിൻ്റെ പേരുള്ളതും പിന്നെ ഒന്ന് എൻ്റെയും പേരുള്ളതായിരുന്നു. NDF ഒരു വീഡിയോ ഇറക്കി. ആ വീഡിയോയിൽ എൻ്റെ ചിത്രം കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇന്ന് കേരളത്തിലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒഴികെ മുഴുവൻ പേർക്കും അറിയാം. കത്തോലിക്ക സഭയ്ക്ക്, ക്രൈസ്തവ സമുദായത്തിനറിയാം. അവർ എണ്ണി പറയുന്നുണ്ട്. അവരുടെ KCBC ജാഗ്രതാ സമിതി പറയുന്നുണ്ട്. അങ്ങനെ അതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതൊരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മാധ്യമ പ്രവർത്തന രംഗത്ത് ചില സംഭാവനകൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലപാടുകൾക്ക് നിർഭയമായി നിരന്തരം അതിനുവേണ്ടി നിന്നിട്ടുണ്ട്. ഇന്നും അതേ നിലപാടുകളിൽ, അതേ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മലയാള മാധ്യമ രംഗത്ത് ഞാൻ നമ്മുടെ ഒരു തമ്പ് ഇംപ്രഷൻ ഇങ്ങനെയൊക്കെയാണ്: വിശ്വാസ്യത, സത്യം പറയുക, ഭയപ്പെടാതിരിക്കുക, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക, മാറാതിരിക്കുക, അതിൻ്റെ പേരിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞ 30 വർഷവും പാലിച്ചിട്ടുണ്ട്. പിന്നീട് മാധ്യമ പ്രിൻ്റ് മീഡിയ വിട്ടിട്ട് കൗമുദിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു യാദൃശ്ചികതയാണ്. കൗമുദിയിൽ MA പഠിക്കുന്ന സമയം മുതൽ തന്നെ പത്രത്തിൻ്റെ വാരാന്ത്യത്തിലൊക്കെ എഴുതുന്നുണ്ട്. കുന്നുംപാറയിൽ, തിരുവനന്തപുരത്ത് കുന്നുംപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്തിയ ഒരു ക്യാമ്പിൽ സുകുമാർ അഴീക്കോടായിരുന്നു ക്യാമ്പ് ഡയറക്ടർ. അതിൽ പങ്കെടുത്ത എല്ലാവരും എഴുത്തുകാരും മാധ്യമപ്രവർത്തകരുമായിട്ട് മാറി. അതിനുശേഷം കൗമുദി പത്രത്തിൽ ജോലി ചെയ്യുന്നതും ഒരു യാദൃശ്ചികതയാണ്. കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തൊട്ടടുത്ത വീട്ടിൽ പെട്ടെന്ന് AP വിശ്വനാഥൻ സാറിൻ്റെ കോള് വരുന്നു. MA പരീക്ഷ എഴുതി കഴിഞ്ഞില്ലേ, തിരുവനന്തപുരത്തേക്ക് വരൂ, MS മണിക്ക്, അദ്ദേഹം മണി സാറിനെ MS മണി എന്നാണ് വിളിക്കുന്നത്, മണിക്ക് കാണണം എന്ന് പറയുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, ഇയാളെ കൗമുദിയിൽ എടുത്തിരിക്കുന്നു, കൊച്ചിയിൽ പോയി റിപ്പോർട്ട് ചെയ്യൂ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വന്നിട്ടില്ല. അങ്ങനെയാണ് പത്രപ്രവർത്തന കത്തിക്ക് വന്നത്. അപ്പോൾ കൗമുദിയിലെ ദീർഘകാലം ഏതാണ്ട് 3 പതിറ്റാണ്ടോളം വരുന്ന മാധ്യമ പ്രവർത്തനത്തിന് ശേഷം ആണ് ഞാൻ ഇങ്ങനെ ഒരു ദൃശ്യമാധ്യമം എന്ന് പറയാവുന്ന ഇന്നത്തെ ഏറ്റവും വലിയ ദൃശ്യമാധ്യമമായ ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നത്. ഓൺലൈൻ മീഡിയയിലേക്ക് വരുന്നതിപ്പോൾ ഞാൻ മുമ്പ് പ്രവർത്തിച്ച സ്ഥാപനത്തെക്കുറിച്ച് പറയാതിരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ABC മലയാളം എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായ ശ്രീ ഗോവിന്ദൻകുട്ടി എനിക്കൊരു 20 വർഷമായിട്ട് അറിയാം. 20 വർഷത്തിൽ കൂടുതലാണ്. അദ്ദേഹം സ്റ്റുഡൻസ് ഓൺലി എന്നുള്ള പരിപാടി കൈരളി TVയിൽ നടത്തുമ്പോൾ മുതലുള്ള ഒരു സൗഹൃദം എനിക്കുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൗമുദിയുടെ സൺഡേ സപ്ലിമെൻറ്റിലാണെന്ന് തോന്നുന്നു വിശദമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അപ്പോൾ ഗോവിന്ദൻകുട്ടി എന്നെ 2-3 വർഷമായിട്ട് വരൂ ചേട്ടൻ വരൂ, നമുക്ക് ഈ ചാനലിൽ ഇടയ്ക്ക് വരൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പോയില്ല. ഒരു ദിവസം എന്നെ വീണ്ടും ഗോവിന്ദൻകുട്ടിയുടെ വിളി വന്നു, ഞാനിപ്പോൾ വീട്ടിലോട്ട് വരും, ചേട്ടൻ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ ABCയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ എന്താണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നമ്മളത് കണ്ടു. പിറ്റേ ദിവസം യാദൃശ്ചികമായി അവിടെ ഗസ്റ്റായിട്ട് വന്നത് എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട TG മോഹൻദാസാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, TG മോഹൻദാസുമായിട്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു മേശയ്ക്കപ്പുറം 2 കസേരകളിട്ട് TGയും ഞാനും തമ്മിൽ സംസാരിച്ചു. അത് ആദ്യത്തെ ആ ടോക്ക് തന്നെ വലിയ ഹിറ്റായി മാറി. ഒരുപാട് പേർ ആ വീഡിയോ കണ്ടു. എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്കിത് പറ്റും എന്നുള്ളത്. കാരണം നമ്മൾ പ്രിൻറ്റിൽ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചിട്ട് വിഷ്വൽ മീഡിയയിലേക്ക് വരുന്നു. ക്യാമറയെ ഫേസ് ചെയ്യാൻ പലർക്കും പേടിയാണ്. പക്ഷേ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ഓക്കെ ആയി, ആ ടോക്ക് ഹിറ്റായി. എനിക്കൊരു ആത്മവിശ്വാസം വന്നു. അങ്ങനെയാണ് ABCയിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ABCയുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൻ്റെ ചുമതല. നമ്മൾ ABCയെ ഈ പറഞ്ഞ പോലെ അടിമുടി ഒരു സമ്പൂർണ്ണ വാർത്താ ചാനലാക്കി. സാധാരണ ഉച്ചവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നതായിരുന്നു. അത് മാറ്റി അവധിയില്ല, 365 ദിവസവും ഷൂട്ട്. ഇൻറ്റൻസീവായിട്ട് ഇൻ്റർവ്യൂ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് 2 ആളുകൾ ന്യൂസ് ആൻഡ് വ്യൂസ്
ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങൾ രണ്ടുപേർ വെറുതെ കാഷ്വലായി സംസാരിക്കുന്ന ഒരു സംഭാഷണ രീതി മലയാളത്തിലെ ഓൺലൈൻ മീഡിയയിൽ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞാൽ അധികം പറ്റാവില്ല. കാരണം ഇന്ത്യയിൽ ഇപ്പം അത് ശരിക്കും എൻ്റെ ഒരു അങ്ങനെ ഇൻറ്റൻസീവായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നാൻ കാരണം ജയ്പൂർ ഡയലോഗ് എന്ന് പറയുന്ന ഹിന്ദിയിലെ പ്രശസ്തമായ ഒരു ചാനലിൻ്റെ കോപ്പിയടിയായിരുന്നു. പക്ഷേ മലയാളത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. നിരന്തരം കൂടുതൽ ആളുകളെ ഗസ്റ്റുകളെ കൊണ്ടുവന്നു, അവരുമായിട്ട് സംസാരിച്ച് ഒരു ത്രൂ ഔട്ട്. ഇപ്പോൾ ABC എല്ലാ ചാനലുകളിലും കൂടെ ഒരു 100-120 വീഡിയോകൾ ചെയ്യുന്ന തരത്തിലേക്ക് എത്തി. അപ്പോൾ ഏതാണ്ട് ABCയുടെ സബ്സ്ക്രിപ്ഷൻ കുതിച്ചു കയറി. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ABCക്ക് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ഏതാണ്ട് 18 ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ വന്നു. അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, TG മോഹൻദാസ് തുടങ്ങിയ മഹാപ്രതിഭകൾക്കൊപ്പം ഒരു എളിയ പങ്ക് വഹിച്ച ഒരാളാണ് ഞാൻ. ഇത് പറയുമ്പോൾ നമ്മൾ നിരന്തരം നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. മാത്രമല്ല, ഈ കേരളത്തിലെ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവരും ജനിക്കുന്നതേ ഇടതുപക്ഷക്കാരനായിട്ടാണ്, ജനിക്കുമ്പോഴേ ഇടതുപക്ഷക്കാരനായിട്ടാണ്. കാരണം നമ്മൾ ഈ അലക്സാണ്ടർ, ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കാൻ വന്ന അലക്സാണ്ടറെ മഹാനായ അലക്സാണ്ടർ എന്ന് വിളിക്കും. എന്നാൽ അലക്സാണ്ടറെ തോൽപ്പിച്ച ഒരു ഇന്ത്യയിലെ ഹിന്ദു രാജാവായ പുരുഷോത്തമനെക്കുറിച്ച്, പോറസിനെക്കുറിച്ച് നമ്മൾ പഠിക്കില്ല. വൈദേശിക ശക്തികളെക്കുറിച്ച് മാത്രം പഠിക്കുക. അവർ ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്നവരാണെങ്കിലും അവർ മഹാന്മാരാണെന്ന് പഠിക്കുകയും അവരെ ഇവിടുന്ന് തുരത്തി ഓടിച്ചവരെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതി യിലൂടെ കടന്നു വന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് നമുക്ക് രാജ്യത്തിൻ്റെ സംസ്കാരം അറിയില്ല, രാജ്യത്തിൻ്റെ നേട്ടങ്ങളറിയില്ല, രാജ്യത്തിൻ്റെ കരുത്തറിയില്ല, രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചാണ് നമ്മളെ പഠിപ്പിച്ചത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യം നിൽക്കുമ്പോഴാണ് നമ്മൾ സത്യം പറയാൻ തീരുമാനിച്ചു. ഈ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രം പറയുക, ഭാരതത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് പറയുക, ഇവിടെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ സമക്ഷം അവതരിപ്പിച്ച് അതേക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ABC മലയാളം എന്നുള്ള ചാനൽ മലയാളത്തിലെ നമ്പർ 1 ചാനലായി മാറിയത്. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ പറയും, പറയാത്തത് നമ്മൾ പറയും, മറ്റുള്ളവർ പറയാൻ മടിക്കുന്നത് പറയും, അവർ മൂടി വയ്ക്കുന്നത് പറയും. അങ്ങനെ വന്നാണ് ഈ മലയാളത്തിലെ ഏറ്റവും വലിയ ചാനലായി ABC മലയാളത്തിനെ നയിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് എല്ലാത്തിനും ഒരു അവസാനവും ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ. അതുകൊണ്ട് ABCയിൽ നിന്ന് വളരെ പെട്ടെന്ന് മാറേണ്ടി വന്നു. പക്ഷേ ABC എൻ്റെ മാതൃസ്ഥാപനമാണ് ഈ വിഷ്വൽ മീഡിയയിൽ. എനിക്ക് ആ സ്ഥാപനത്തോട് സ്നേഹമുണ്ട്. അവിടെയുള്ളവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ അവിടെ വിളിച്ചുകൊണ്ട് എനിക്കിങ്ങനൊരു പ്ലാറ്റ്ഫോമുണ്ട്, അതിൽ നിങ്ങൾ ശോഭിക്കുമെന്ന് പറഞ്ഞ ശ്രീമാൻ ഗോവിന്ദൻകുട്ടി എൻ്റെ അന്നത്തെയും ഇന്നത്തെയും സുഹൃത്താണ്. പക്ഷേ ചില വേർപിരിയലുകൾ അനിവാര്യമാണ്. അപ്പോൾ വേർപിരിഞ്ഞ് ഇങ്ങനെ പുതിയൊരു പ്ലാറ്റ്ഫോമിൽ പ്രേക്ഷകരെ കാണുമ്പോൾ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പ്രേക്ഷകർ കരുത്താണ്. ഈ പ്രേക്ഷകരെ വഞ്ചിക്കില്ല, അവരോട് കളവ് പറയില്ല. ഈ രാജ്യത്തിനെതിരായി ചിന്തിക്കുന്ന എല്ലാവർക്കുമെതിരായ നിലപാട് ഞങ്ങളെടുക്കും. ഈ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടുന്ന, എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരും. അതിലൊക്കെ ഉപരി ഭാരതത്തിൻ്റെ സംസ്കാരം ലോകോത്തരമായ സംസ്കാരമാണ്. പാശ്ചാത്യർ പച്ചയിറച്ചി തിന്ന് കാട്ടിൽ കഴിഞ്ഞ കാലത്തും ഇന്ത്യക്ക് മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. നളന്ദയും തക്ഷശിലയും വിക്രമശിലയും ഒക്കെ ഇവിടെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ സങ്കല്പങ്ങൾ വന്നത് ഇന്ത്യയിൽ നിന്നാണ്. നമ്മളത് അംഗീകരിക്കില്ല. കാരണം ആ ശാസ്ത്രജ്ഞന്മാരൊക്കെ സന്യാസിമാരായിരുന്നു എന്നതുകൊണ്ട് അതിനെ നമ്മൾ മൂടി വെക്കും. പക്ഷേ ഭാരതത്തിൻ്റെ പൈതൃകം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരത്തെ, ആ സംസ്കൃതിയെ ചെറുതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ആവുന്നത്ര കരുത്തോടെ നമ്മൾ ചെറുക്കും. ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനങ്ങൾക്കും എല്ലാവരും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അവരെ സംരക്ഷിക്കണമെന്ന് പറയും. ഭൂരിപക്ഷത്തെ ആര് സംരക്ഷിക്കും? ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഭൂരിപക്ഷമാവട്ടെ തങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നവർക്ക് വലിയ അപകടം പറ്റുമെന്ന് ഓർത്ത് വേണ്ടി വന്നാൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവർക്കെന്ത് തോന്നുമെന്ന് കരുതി നെറ്റിയിലെ കുറി മായ്ച്ച് ഇതര മതസ്ഥർക്കൊപ്പം നിൽക്കുന്നവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർ. അവർ ഭൂരിപക്ഷമായ രാജ്യത്ത് രണ്ടാംകിട പൗരരായി ജീവിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ന്യൂനപക്ഷത്തിനുള്ള അവകാശങ്ങൾ ഭൂരിപക്ഷത്തിന് കിട്ടണം. ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളൊന്നും എടുത്തു കളയണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭൂരിപക്ഷത്തിനില്ലാത്ത അധികാരങ്ങളും അവകാശങ്ങളും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂരിപക്ഷത്തെ അടിമയാക്കലാണ്. ഈക്വാലിറ്റി എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന് കിട്ടുന്ന വിദ്യാഭ്യാസാനുകൂല്യമുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കിട്ടണം, സാമ്പത്തിക ആനുകൂല്യങ്ങൾ കിട്ടണം. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ
ജീവിതം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ വീറ്റോയെ ഭയന്നാവണം എന്ന് ആരെങ്കിലും ശഠിച്ചാൽ അതിനെതിരാണ് ഞാൻ, അതിനെതിരാണ് ഇന്ത്യ ലൈവ്. ഇന്ത്യ ലൈവ് ഈ രാജ്യത്ത് സമത്വം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? വാർത്തകളുടെ കാര്യത്തിൽ നീതി വേണം ഭൂരിപക്ഷത്തിന്, അവസരങ്ങളുടെ കാര്യത്തിൽ ഈ നാട്ടിലെ ഭൂരിപക്ഷത്തിന് നീതി വേണം, അവകാശങ്ങളുടെ കാര്യത്തിൽ ഈ നാട്ടിലെ ഭൂരിപക്ഷത്തിന് നീതി വേണം. ഭൂരിപക്ഷം ആണ് എന്നതുകൊണ്ട് നിങ്ങളെ വകഞ്ഞു മാറ്റി നിർത്തുന്ന ആ പ്രവണതയ്ക്കെതിരെ ഞങ്ങൾ ശബ്ദിക്കും. അതിനുവേണ്ടി എന്ത് നഷ്ടം വന്നാലും ഞങ്ങൾ അതിനുവേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നു മുതൽ ഇന്ത്യ ലൈവ് മലയാളം ഓൺ എയറാണ്. നമ്മുടെ വീഡിയോകൾ വരും. നിങ്ങളത് മറ്റു ചാനലുകളുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മളത് തുടങ്ങുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് പരിമിതമായ വിഭവങ്ങൾ വെച്ച്, എന്നാൽ കോംപ്രമൈസ് ചെയ്യാതെ ഞങ്ങൾ തുടങ്ങുകയാണ്. ഒന്ന് റെഡിയായി നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ലെവലിലേക്ക് വരാൻ ചിലപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ എടുത്തേക്കാം. പക്ഷേ അതുവരെ ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഞങ്ങൾ ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ നാവാൻ, നിങ്ങളുടെ മനസ്സാവാൻ, നിങ്ങളുടെ ചിന്തകളാവാൻ ഞങ്ങൾ ശ്രമം ആരംഭിക്കുകയാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കരുത്ത് തരേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ സഹായിക്കണം, കൂടെ നിൽക്കണം. നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, നിങ്ങളെ അറിയിക്കാതെ മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇന്നു മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണം. ചിലപ്പോൾ മറ്റ് ചാനലുകളിലുള്ള അത്രത്തോളം വലിയ അതിഥികൾ നമ്മുടെ ചാനലിൽ വന്നില്ലെന്നിരിക്കാം. അവരുടെ അത്രയും വീഡിയോകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. നമ്മളത് ചെയ്യും, ഉറപ്പായും ചെയ്യും. പക്ഷേ ഇത്തിരി സമയം വേണം. കഷ്ടിച്ച് 5-6 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ചാനലിൻ്റെ കാര്യങ്ങൾ തയ്യാറാക്കിയെടുത്തത്. നമുക്കൊന്ന് സെറ്റാവാനുള്ള സമയം വേണം. അതുവരെ നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന് ഓരോരുത്തരെയും ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ച്, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ഒന്നും വേണ്ടല്ലോ, യൂട്യൂബ് തുറന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് നിങ്ങളത് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫോൺ വാങ്ങി ആ ബെൽ ബട്ടണിലൊന്ന് അമർത്തുകയും ചെയ്താൽ അതാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായം. അതാണ് ഞങ്ങൾക്ക് വേണ്ട സഹായം. എന്നെ വിദേശത്ത് നിന്നുൾപ്പെടെ ഒരുപാട് പേർ വിളിച്ചു. നിങ്ങൾക്ക് ക്യാമറ വേണോ? നിങ്ങൾക്ക് പണം വേണോ? ഞാൻ സങ്കടത്തോടെ സന്തോഷത്തോടെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ GPay നമ്പർ തരണം. ഞാൻ പറഞ്ഞു, എന്തിനാണ്? ഇന്ന് ഞാൻ ഓട്ടോ ഓടിക്കുന്ന പൈസ ഈ ചാനലിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്തിനാണ്? അല്ല, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളില്ല, അപ്പോൾ നിങ്ങളെ സഹായിക്കണ്ടേ? ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, നിങ്ങളുടെ ഈ മനസ്സ്, അതാണ് ഏറ്റവും വലിയ സഹായം. അപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് പേർ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പണം വേണോ, എക്യുപ്മെൻറ്റ്സ് വേണോ, ക്യാമറ വേണോ എന്നൊക്കെ ചോദിച്ചു. എല്ലാവരോടും പറഞ്ഞു, ഈ മനസ്സ് മതി. ഇപ്പോൾ സമാജം അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ തിരിച്ചറിയുന്നുണ്ട്. സമാജം അവരെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ആ തിരിച്ചറിവ് ഞങ്ങളുടെ കരുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് മലയാളം പേര് ഓർമ്മിച്ച് വെക്കുക. ഇന്ത്യ ലൈവ് മലയാളം, അതാണ് നമ്മുടെ പേര്, നമ്മുടെ ചാനലിൻ്റെ പേര്. ആ ചാനൽ ഇന്ന് ഔദ്യോഗികമായി ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇത് എൻ്റെ ചാനലല്ല. ഈ ചാനൽ നടത്തുന്ന ശ്രീ സ്കന്ദ മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്പനിയുടേതുമല്ല. ആലോചിക്കണം, നമ്മുടെ കമ്പനിയുടെ പേര് ശ്രീ സ്കന്ദ മീഡിയ നെറ്റ്വർക്ക് എന്നാണ്. മുരുക ഭഗവാന്റെ പേരിൽ, ദേവസേനാധിപനാണല്ലോ മുരുകൻ. ശൂരപത്മനെ സംഹരിച്ച ദേവസൈന്യത്തിൻ്റെ പടത്തലവൻ്റെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പൊരുതാനിറങ്ങുന്നത്. ആ പോരാട്ടം ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് തുല്യത കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സത്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്കൊപ്പം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ യാത്ര. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ത്യ ലൈവ് മലയാളം ചാനലിനെ വിജയിപ്പിക്കണം. ഇത് നിങ്ങളുടെ ചാനലാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. ബാലാരിഷ്ടതകൾ ഏറെയുണ്ട്, ഏറ്റവും മികച്ചതൊന്നും പറയുന്നില്ല. പക്ഷേ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ, ഷോട്ടുകളുടെ കാര്യത്തിൽ, വീഡിയോകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പരമാവധി മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് പല ദൗർബല്യങ്ങളുണ്ടാവാം. ക്ഷമിക്കുക. നമുക്ക് പറ്റുന്ന പരിമിതികൾ മനസ്സിലാക്കുക. കുഞ്ഞല്ലേ, നടന്നു തുടങ്ങുന്നതേ ഉള്ളൂ. വീഴും, പിച്ച വയ്ക്കട്ടെ, കാലുറയ്ക്കാൻ, നിവർന്നു നിൽക്കാൻ, പൊരുതാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം. സഹായിക്കണം. ഇന്ത്യ ലൈവ് മലയാളത്തിനെ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. നമസ്തേ.